കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഫസ്റ്റ് മാച്ചിൽ തന്നെ മോൻ ഇറങ്ങുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കളിക്കിറങ്ങണേൻ്റെ ഒരു 5:30 മണിയാകുമ്പോൾ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അച്ഛനോട് അമ്മയുടെ അമ്മ കളിക്കാൻ ഇറങ്ങുകയാണ് അച്ഛാ, പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ കളിക്കാൻ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇറങ്ങുമെന്നൊന്നും അറിയാൻ പറ്റില്ല അമ്മ, ഏതായാലും പ്രാർത്ഥിക്കുന്നുണ്ടു പറഞ്ഞു. ഏതായാലും ഫസ്റ്റ് മാച്ചിൽ തന്നെ മോനെ ഇറങ്ങാൻ പറ്റി, അതിഗംഭീര പ്രകടനം കാഴ്ചവെക്കാനും പറ്റി. വലിയ സന്തോഷമായി. ഫസ്റ്റ് ട്രിപ്പിൽ ഇറങ്ങുകയും ചെയ്തു, നന്നായി കളിച്ചു, 3 വിക്കറ്റ് എടുത്തു. കളി കഴിഞ്ഞതിന് ശേഷം ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് വിളിച്ചു, പിന്നെ ഒരു 2 മണി സമയത്ത് അപ്പോഴും വിളിച്ചു. പറഞ്ഞത് പറഞ്ഞാൽ കളീനെ പറ്റി തന്നെ സന്തോഷമുണ്ട്. രോഹിത്തിൻ്റെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ നന്നായി കളിക്കാനും കഴിഞ്ഞു, എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. കളിയിൽ നന്നായിട്ട് ഇഷ്ടം മൂപ്പര് സച്ചിനാണ്. സച്ചിൻ്റെ വലിയ ഫാൻസാണ് മൂപ്പര്. സച്ചിനാണ് വലിയ കാര്യം, എപ്പോഴും മൂപ്പര കാര്യം പറയാറ്. മൂപ്പര് പറഞ്ഞു ഒന്ന് നോക്കണ്ട, കുറച്ച് ലാസ്റ്റേ ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഫസ്റ്റിൽ ഇറങ്ങി നന്നായി കളിച്ചു. അത് വലിയൊരു സന്തോഷമായി. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഘ്നേഷ് ഇന്നലെ കളി നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. അവനെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കളിക്കാറുണ്ട്. നമ്മളങ്ങനെ അത്ര ഒരു ഇതിലേക്ക് വരുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇന്നലത്തെ കളി ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് ചെന്നൈനോട് തന്നെ 3 വിക്കറ്റ് നേടുക, അതൊരു ഹൈ പ്രഷർ മാച്ചിൽ തന്നെ 3 വിക്കറ്റ് നേടാനുള്ള ചെറിയൊരു കാര്യമില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അവൻ്റെ ബോളിങ്ങിൻ്റെ ശൈലി, അതെ അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. അവനായിട്ട് ഞങ്ങൾ അയൽവാസികളാണ്. സ്വാഭാവികമായിട്ടും അയൽപക്ക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടുന്ന ഒരു ബന്ധമാണ്. ഞങ്ങൾക്ക് അവിടെ മതമോ ജാതിയോ ഒന്നുമില്ല. അയൽപക്ക ബന്ധത്തിനെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അവിടേക്ക് എല്ലാ സ്ഥാനം, എല്ലാ നിലക്കുള്ള നന്മയും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഞങ്ങളുടെ പ്രവാചകൻ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കുറ്റം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അവരിപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് കണ്ട് ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. കളിക്കാൻ പോകാറുണ്ട്. കളിക്കാൻ ഞാൻ എല്ലാ ശനിയും ഞായറും നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കഴിവിൻ്റെ പരമാവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഗ്രൗണ്ടിൽ എത്താറുണ്ട്. ചില ദിവസങ്ങളൊന്നും പറ്റാറില്ല. ഇപ്പോൾ സ്റ്റിച്ച് ബോളിൽ തന്നെ കളിക്കാറുണ്ട്. 45 ഓവേഴ്സ് മാച്ച് ഞാൻ കളിക്കാറുണ്ട്. 1 ഡേ ഡിവിഷനിൽ എന്ന് പറയും, KCC കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ടീമിൽ കളിക്കാറുണ്ട്. ക്രിക്കറ്റൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അവനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽവാസി ബന്ധമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ കളിക്കൂട്ടുകാരുമാണ്. ഞങ്ങൾ ഈ ഗ്രൗണ്ടിലും മറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓനെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഓന് മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല. ഓൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോൾ എറിയൂല, കൃത്യമായിട്ട് ബോൾ വന്ന് ചെയ്യും. മീഡിയം പേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോളൊക്കെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ പിന്നെ ബാറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഫ്രണ്ട് ഫുട്ടിലാണെങ്കിലും ബാക്ക് ഫുട്ടിലാണെങ്കിലൊക്കെ ഒരു ക്രിക്കറ്റ് പഠിച്ച ഒരാളെങ്ങനെ കളിക്കുമോ ആ രൂപത്തിൽ നാച്ചുറലി ഓനിൽ എന്തുണ്ടായിരുന്നു, ആ ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ അവന് അത്ര ബോഡി വെയ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അത്ര ഒരു മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീഡിയം ബേസ് ഒരിക്കലും എനിക്ക് ചേരില്ലാന്ന് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അത് സ്പിന്നിലാക്കി ആക്കി. അതുമാത്രമല്ല ലെഗ് സ്പിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ലെഗ് സ്പിന്ന് പ്രാക്ടീസ് ചെയ്ത് ഫ്ലോപ്പായി. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ അവനോട് പറഞ്ഞു. പിന്നെ അന്ന് ആരും എന്ത് ചെയ്തിരുന്നില്ല, ഇന്ത്യയിൽ ഇങ്ങനെ ബോൾ ചെയ്തിരുന്നില്ല. പിന്നെ ഓലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോഗ് മാത്രമേ, ഓസ്ട്രേലിയ വേറെ ഹോഗ് മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ, പിന്നെ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ആവും, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ ഇതിനൊക്കെ കാരണമാവും എന്ന് പറഞ്ഞു. അവനത് കൃത്യമായിട്ട് ചെയ്തു. അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ചെയ്തു. അങ്ങനെ ഓൻ എന്ത് ചെയ്താണ് സാറിൻ്റെ അടുത്ത് വരികയും സാർ അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയും പിന്നെ ഓനത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയതാണ്.